പറയുന്നതിനപ്പുറം മോഡിയെ അപമാനിക്കാൻ, ഹിന്ദുത്വത്തെ അപമാനിക്കാൻ എന്റെ കയ്യിൽ എന്തു വാചകമാണിട ഉള്ളത്? നരേന്ദ്രമോദി ഹിന്ദു അല്ല എന്ന് ഞാൻ പറയുന്നതപ്പുറം ഇന്ത്യയിലെ സനാതന ഹിന്ദു സമൂഹത്തെ ബഹുമാനിക്കാൻ, സെക്കുലർ ഹിന്ദു സമൂഹത്തെ ബഹുമാനിക്കാൻ എന്റെ കയ്യിൽ എന്തു വാചകമാണിട ഉള്ളത്? നീ പറയേണ്ടത് എന്താണ്? ഞാൻ വീണ്ടും പറയുന്നു, മോഡി ഈ ഗുണ്ടായുസവും തെമ്മാടിത്തരങ്ങളും ചെയ്തത് ഹിന്ദുക്കൾക്ക് വേണ്ടിയാണെന്ന് ഞാൻ സമ്മതിച്ചാൽ, മോഡി ഇത് ചെയ്തത് ഹിന്ദുക്കൾക്ക് വേണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞാൽ, അതിനൊരു മറ്റൊരു വശമുണ്ട്. NDF അടക്കമുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ ചെയ്യുന്നത് ഇവിടെയുള്ള എന്താണ് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണെന്ന് ഞാൻ സമ്മതിക്കണം. കഴിയില്ല. അതൊരു സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന നീതിയല്ല എന്നതുകൊണ്ട് ചെയ്യില്ല. പിന്നെ പറഞ്ഞു, നിങ്ങളുടെ വാദത്തിലേക്ക് വരാം. ഞാൻ നിയമസഭയിൽ പറഞ്ഞത് എന്താണ്? നിയമസഭയുടെ അവസാനത്തെ 4 ദിവസം 5 ദിവസം സഭ ഉള്ളൂ. ഒരുപാട് സെഷൻ കഴിഞ്ഞു, വീരശൂര പരാക്രമികളൊക്കെ പറഞ്ഞുപോയി. ഞാൻ സഭയിൽ നിന്ന് പുറത്തു പോയപ്പോ അടുത്തുള്ളവരോട് പറഞ്ഞു, എന്തെങ്കിലും പരാമർശം ഉണ്ടായാൽ ഓടി വരാം. കാന്റീനിൽ നിൽക്കുമ്പോഴാണ് ഞാൻ അവിടെ ഇല്ല എന്നുള്ള ധൈര്യത്തോടു കൂടി ഗുജറാത്ത് ഇഷ്യൂ ശ്രീരാമകൃഷ്ണൻ പറയുന്നത്. ഓടി സഭയിൽ വന്നു. ഞാൻ സഭയിൽ വന്ന് പോയിന്റ് ഓഫ് ഓർഡർ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സർ എനിക്ക് പറയാറുണ്ട്. ഞാൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇന്നലെ സഭയുടെ പുറത്ത് കൊടിയേരി പറഞ്ഞു. അത് പോട്ടെ, ഇത് സഭയാണ്. സഭക്കകത്ത് പറയാണ്. മോഡിയെ ന്യായീകരിച്ചു കടവത്തൂർ പ്രസംഗത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങൾ. ഞാൻ വെല്ലുവിളിച്ചു സഭയുടെ അകത്ത് എന്ന് പറഞ്ഞു. സഭാരേഖയിലുണ്ട്. ഞാൻ വെല്ലുവിളിച്ചു പറഞ്ഞു, ഞാൻ മോഡിയെ ന്യായീകരിച്ചു എന്ന് തെളിയിച്ചാൽ എന്റെ MLA സ്ഥാനം രാജിവെക്കാൻ ഞാൻ ഒരുക്കമാണ്. എന്നാൽ അത് തെളിയിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ കൊടിയേരി ശ്രീരാമകൃഷ്ണ നിനക്ക് രാജിവെക്കാൻ പറ്റുമോ? അപ്പൊ മിണ്ടില്ല. പിന്നെ അവരെ വെല്ലുവിളിക്കാൻ കാര്യം എന്താണെന്നറിയോ? അവരെ കയ്യിൽ രാജിവെക്കാൻ ഒരു MLA സ്ഥാനങ്ങളുണ്ട്. SDP കാരനോട് എന്ത് നീ കത്തി താഴെടുന്ന് എന്താ വെല്ലുവിളിക്കേണ്ടത്? വേറെ എൻ്റെ എന്താണോ ഉള്ളത്? നിന്റെ കയ്യിൽ എന്താണോ ഉള്ളത്? അവരെ വെല്ലുവിളിച്ചത് ജനാധിപത്യത്തിന്റെ ഒരു ഗോപുരത്തിനകത്തു നിന്നാണ്. മറുപടി പറയണമെങ്കിൽ ആൺകുട്ടികളാണെങ്കിൽ അവിടെ മറുപടി പറയണം. ഇരുട്ടിന്റെ മറവിൽ വന്ന് തോണ്ടിയും പിച്ചിയും കളിക്കുന്ന ഏർപ്പാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ ഒരു പാർട്ടിക്ക് പറ്റിയതല്ല. എന്റെ വെല്ലുവിളി, ആ വെല്ലുവിളി നിലനിൽക്കാൻ നിങ്ങൾക്ക് ചെയ്യാം, പ്രൂവ് ചെയ്യാം. അത്രയേറെ ഭൂരിപക്ഷം ഇല്ലാത്തൊരു മന്ത്രിസഭയല്ലേ ഉമ്മൻചാണ്ടിന്റെ മന്ത്രിസഭ കൊടിയേരി. ഒന്ന് വെല്ലുവിളി സ്വീകരിച്ചു നോക്ക്. എന്തേ സ്വീകരിക്കാത്തത്? സ്വീകരിക്കാനാവാത്തത് നിങ്ങൾ പറയുന്നത് കളവാണെന്ന് നിങ്ങൾക്കറിയാം. പിന്നെ പറഞ്ഞെന്താ, നിങ്ങൾ അരീക്കോട് മണ്ഡലത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മണ്ഡലത്തിൽ BJPയുടെ RSSന്റെ വോട്ട് കിട്ടാനാണ്. ഏടോ CPM-കാരൻ, ഞാൻ നിയമസഭയിലെ അംഗമാണ്. ഇവിടെയും കുത്തിത്തിരിപ്പുമായി തന്റെ പ്രസംഗത്തിനകത്ത് നിന്ന് വീഴുന്ന ഏതെങ്കിലും വരികളെടുത്ത് മാർക്കറ്റ് ചെയ്യാൻ ഫിത്തിന കച്ചവടം ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരും പിടിക്കുന്നുണ്ടാവുമല്ലോ. ഈ പ്രസംഗം ഒന്ന് പിടിച്ചോ. ഞാൻ പറയാണ്, നിങ്ങൾ അരീക്കോട് മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ BJPക്ക് RSSന് ഇത്രയേറെ വോട്ട് കിട്ടിയ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് അരീക്കോട് മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യ പറഞ്ഞതിന് ശേഷം BJPക്ക് ഏറ്റവും വലിയ വോട്ട് കിട്ടിയത്. അരീക്കോട് മണ്ഡലത്തിലാണ് NDFന്റെ ഏറ്റവും വലിയ മത്സരം നടന്നത്. എന്ന് വെച്ചാൽ എന്റെ പെട്ടിയിൽ വീണ വോട്ടിൽ RSSന്റെയും NDFന്റെയും ഒരു വൃത്തികെട്ടവന്റെയും വോട്ടില്ലാതെയാണ് ഞാൻ ജയിച്ചു വന്നത്. അറിയോ നിനക്ക്? എന്നിട്ട് എന്നെ പേടിപ്പിക്കാൻ പറയാണ്, KM ഷാജി രാജിവെക്കണം. എന്നോട് രാജിവെക്കാൻ പറയാം. നീ ആരോ? നീ എനിക്ക് വോട്ട് ചെയ്തിനോ? എന്നോട് രാജിവെക്കാൻ പറയാൻ വോട്ട് ചെയ്തിനോ? തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഞാൻ പറഞ്ഞത്, എനിക്കെങ്ങാനും വോട്ട് ചെയ്താൽ ചെവിക്കുട്ടിക്ക് ഞാൻ പൊട്ടിക്കുന്നു തലേ ദിവസം പറഞ്ഞാൽ. അങ്ങനെ പറഞ്ഞ് മത്സരിച്ച് പാണക്കാട് ഞങ്ങളെ ചിഹ്നമായിട്ട് മത്സരിച്ച് ജയിച്ചു വന്ന എന്നോട് പിന്നെ CPM-ന് പറയാം. കാര്യം എന്താണ്? ഒരുപാട് CPM-മാർ എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് അഴീക്കോട് എങ്ങനെ ജയിക്കാനാണ്? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ CPM പറയട്ടെ, കോൺഗ്രസ് പറയട്ടെ, നിങ്ങൾ ആരോടോ ഇത് പറയാൻ? നിങ്ങൾ ആര് പറയാൻ? നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാനാവില്ല. പിന്നെ ജയരാജനും അതിഭ്രമം വന്നിരിക്കുന്നു. മൂപ്പർക്ക് പറയണതൊന്നും മനസ്സിലാവില്ല. കഴിഞ്ഞ ആഴ്ച അദ്ദേഹം പറഞ്ഞു, ചുരമിറങ്ങി വന്ന താടി വെക്കാത്ത ബില്ലാദൻ. ആര്? ഞാൻ ചേർക്കണില്ല. വലിയ സംഭവമാണ് താടി വെക്കാത്ത ബില്ലാദൻ. ഇന്നലെ പറയാണ് KM ഷാജി നരേന്ദ്രമോദിയുടെ പിണിയാളി. ഇത് രണ്ടും കൂടി ആയിരുന്നു ഒന്നാവുക. ബില്ലാദനും നരേന്ദ്രമോദി എങ്ങനെ ഒന്നാവുക? ഒന്നായാൽ തന്നെ പ്രശ്നം തീർന്നില്ലടോ.